മുനമ്പത്തെ 600 കുടുംബങ്ങൾ നിയമത്തിനും നീതിക്കുമിടയിലെ സങ്കീർണതയിൽപ്പെട്ടുടരാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 157 ദിവസം. കടലിനോട് മല്ലിട്ട് അന്നന്നത്തെ അന്നത്തിന് പാടുപെടുന്നവർ കടൽ പിണങ്ങുന്ന കാലങ്ങളിൽ പണയം വെച്ചിരുന്ന ഭൂമിയാണിത്. അപ്പനപ്പൂപ്പന്മാരായി വാങ്ങിയ 4-5 സെന്റ് ഭൂമി മക്കളുടെ വിവാഹത്തിനായി റിസോർട്ടുകാർക്ക് വിറ്റവരുണ്ട്. കരമടച്ചു കഴിഞ്ഞിരുന്ന ഭൂമിയിൽ രാത്രി വന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയവരായിരുന്നു ഇവർ 2018 വരെ. പെട്ടെന്നൊരു ദിവസം ഇത് വഖഫ് ഭൂമി എന്ന വാദമുയരുന്നു. കരഞ്ഞും പറഞ്ഞും നാളുകൾ കഴിഞ്ഞു. സമരഭൂമിയിൽ ആരെങ്കിലും പിന്തുണ നൽകുമോ എന്ന വഴിക്കണ്ണെറിഞ്ഞു നിൽക്കുന്നവരാണ്. പിന്തുണയുമായി വന്നവരിൽ പല ലക്ഷ്യങ്ങളുമുള്ളവരുണ്ട്. കരയിൽ അതിരിടാതെ കഴിഞ്ഞവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മുതലെടുപ്പുകാർ കാസിയും സംഘപരിവാറുമായി നിറഞ്ഞാടുന്നുണ്ട്. സങ്കീർണ നിയമപ്രശ്നങ്ങളിൽ ഫാറൂഖ് കോളേജ് ഒരു വശത്തും മറുവശത്ത് വഖഫ് ബോർഡുമാണ്. മാനുഷിക പരിഹാരത്തിന് ശ്രമിക്കാതെ സർക്കാർ നിയമിച്ച കമ്മീഷനെയും കോടതി റദ്ദാക്കിയിരിക്കുന്നു. കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയം എന്നാണ് സമരമിരിക്കുന്നവർ പറയുന്നത്. സമരക്കാർ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വഖഫ് സംരക്ഷണ സമിതിയും. മുനമ്പം മുൾമുനയിലോ എന്നതാണ് ചോദ്യം.